അടീനിയം ചെടികൾ വളർത്തുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ മഴയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴയായതുകൊണ്ട് അവരവരുടെ അടീനിയം ചെടികളെല്ലാം നിങ്ങൾ മഴയത്ത് നിന്ന് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ മഴ കൊണ്ടാൽ ഫംഗൽ ഇൻഫെക്ഷന് കാരണമായേക്കാം. അപ്പോൾ ഒരു മുൻകരുതൽ എന്നോളം മഴയത്ത് നിന്ന് ഇത് മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ കണ്ടിന്യൂസ് ആയ മഴയല്ല, കുറച്ച് മഴയാണ് ലഭിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. അടീനിയം നിൽക്കുന്ന ചട്ടിയിലെ ഡ്രെയിനേജ് ഹോൾസ് ഓക്കെയാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അടീനിയം ചെടി മഴയത്തൊന്നും ആരും പ്രൂണിങ് ചെയ്യാൻ നിൽക്കല്ലേ. ഇനി അഥവാ ആരെങ്കിലും പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൂണിങ് ചെയ്ത ഭാഗത്ത് സാഫെല്ലാം അപ്ലൈ ചെയ്ത ശേഷം ഒരു മെഴുകുതിരി കത്തിച്ച ശേഷം അതിന്റെ മെഴുകുകൊണ്ട് അവിടെ ഒരു കവറിങ് ചെയ്ത് വെച്ചാൽ മതി ട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ അടീനിയത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നതല്ല. അടീനിയം ചെടികൾ റീപോർട്ട് ചെയ്യാൻ അനുയോജ്യമായ സീസൺ അല്ല ഈ മഴക്കാലം. അതുകൊണ്ട് തന്നെ ആരും തന്നെ അവരവരുടെ അടീനിയം റീപോർട്ട് ചെയ്യല്ലേ. റീപോർട്ടിങ്ങും പ്രൂണിങ്ങുമെല്ലാം ഇനി ഈ മഴക്കാലം കഴിഞ്ഞ് ചെയ്യുന്നതാവും അനുയോജ്യമാവുക. മഴയത്തൊക്കെ അടീനിയത്തിന് ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ഓവറായ വളപ്രയോഗങ്ങളുടെ ആവശ്യമില്ല. പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ വലിയ കുഴപ്പമില്ല, അത് ചെറിയ തോതിൽ കൊടുക്കാം ട്ടോ. നമ്മുടെ അടീനിയം ചെടികളിൽ വല്ല ഫംഗൽ ഇൻഫെക്ഷനോ ബാധിച്ചതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭാഗം നല്ല സ്റ്റെറിലൈസ് ചെയ്ത നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സാഫെല്ലാം അപ്ലൈ ചെയ്യണം ട്ടോ. അതിനുശേഷം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മണ്ണിൽ നട്ടു വെച്ചാൽ മതി. ഇനി അടീനിയം ചെടിയുടെ പോട്ടിംഗ് മിക്സ് ഏതാണെന്ന് പറയാം. നന്നായി വെള്ളം വാർന്നു പോകുന്ന പോട്ടിംഗ് മിക്സ് ആണ് അടീനിയത്തിന് ഏറ്റവും നല്ലത്. മണ്ണും മണലും പിന്നെ കുറച്ച് ബോൺമീലും ചാണകപ്പൊടിയും നല്ലതാണ്. ഇതിന്റെ കൂടെ കുറച്ച് കൊക്കോപീറ്റും പെർലൈറ്റും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ അടീനിയം ചെടിയുടെ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ അടീനിയം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും റിലേറ്റീവ്സിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അടീനിയം ചെടികളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സ് വഴി പങ്കുവെക്കാവുന്നതാണ്. വീഡിയോ മുഴുവനായി കണ്ടവർക്കും സ്കിപ്പ് ചെയ്തു പോയവർക്കും ഒരുപാട് നന്ദി.